നമ്മുടെ കുട്ടികൾ പലപ്പോഴും വഴിതെറ്റി പോകുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്താണ് അവരിങ്ങനെയൊക്കെ ആകുന്നത്? പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുന്നില്ല, ചിലപ്പോ മടി കാണിക്കുന്നു, ഉഴപ്പുന്നു. എന്താണ് കാരണം എന്ന ചോദ്യത്തിന് എന്നോടൊരു ഉത്തരം ചോദിച്ചാൽ, ചെറിയ കൊച്ചായിരിക്കുമ്പോ നമുക്ക് കാണിക്കാൻ 1000 ഉദാഹരണങ്ങൾ ഉണ്ടായി, മാതൃകകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏത് മാതൃകയാണ് കാണിക്കുക? അച്ഛൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ തല്ലുന്നു. ആ കുട്ടി നുണ പറഞ്ഞു. നുണ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാണ് പിതാവ് കുട്ടീനെ തല്ലുന്നത്. കുട്ടി പറയാണ്, ഇനി ഞാൻ പറയില്ല അച്ഛാ, ഞാൻ ഇനി പറയില്ല. തല്ലുകൊണ്ട് കുറച്ചു നേരം കരയും, അത് കഴിഞ്ഞാൽ അവരത് വിടും. പക്ഷെ വലിയ ആൾക്കാർ ഒരു പ്രശ്നം ഉണ്ടായ വിടില്ല, കുട്ടികളത് വിട്ടുകളയും. കുട്ടി ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ ആ കുട്ടിയെ വിളിച്ചിട്ട് പറയാണ്, മത്തായി എന്നൊരാള് വിളിക്കും, ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കണമെന്ന്. ഈ കൊച്ചു എങ്ങനെ നന്നാവും? ഇപ്പൊ നിങ്ങൾക്ക് നുണ പറയാം, എനിക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്റെ അമ്മേ, അച്ഛ ആ കുട്ടിയോട്? കാരണം ഇദ്ദേഹം കൊടുത്ത വാല്യൂ എന്താണ്? ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് കരുതിക്കൊള്ളൂ, എന്റെ മകനോട് മദ്യപിക്കരുതെന്ന് പറയാൻ എനിക്കെന്ത് അവകാശം? ഒരു മാതൃകയാവേണ്ട ആളാണ് നമ്മൾ എന്നും ഒരു ബോധമാണ് ഒരു പേരന്റിന് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ എപ്പോഴും കരുതുന്ന ഒരാളാണ്.